മനസ്സിലായോ? അപ്പോഴേ പറയുന്നു ഡൽഹി പോകാനായിട്ട് ആരുമില്ല. എനിക്ക് പേടിയല്ലേ, എന്നെപ്പോലൊരു അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ പേടിച്ചിരിക്കുന്ന അവസ്ഥ. ഞാൻ വളരെ ബോൾഡായിട്ടുള്ള ആളായിരുന്നു. ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു, അമ്മേ പ്രാർത്ഥിച്ചിട്ട് ചോദിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല, എന്താ ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ ഇവർക്കൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ കുഞ്ഞിങ്ങനെ വരികയാണ്, ഞങ്ങൾക്ക് കൂടെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് 50,000 രൂപ വേണം, ഫ്ലൈറ്റിലേ പോകത്തുള്ളൂ, അപ്പോൾ പൈസ ഇല്ല. 1 മണിക്കൂറിനകത്ത് ഫോണിൽ മെസ്സേജ് ഉണ്ട്, അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ ആശ നെടുമങ്ങാടുകാരിയാണ്, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ദ്രൗപദി മുർമുവിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഹെഡ് നഴ്സാണ്, ഞങ്ങൾ അതിനകത്താണ് താമസിക്കുന്നത്, മോൾ എയർപോർട്ടിൽ എത്തിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം. അതിൻ്റെയൊക്കെ ഞാൻ ആരോടാ എങ്ങനെയാണ് അന്ന് പറഞ്ഞ് തീർക്കേണ്ടത്? അവിടെ ചെല്ലുന്നു, അവർ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി. മോൾ 2 ദിവസം രാഷ്ട്രപതി ഭവനകത്ത് താമസിച്ച് ഈസി ആയിട്ട് ഇൻ്റർവ്യൂ പാസ്സായി തിരിച്ച് വന്ന് അവൾ വന്നതിൻ്റെ അന്ന് തന്നെ നേരം വെളുത്ത് നമ്മൾ നേരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. എനിക്ക് മുട്ടുകാലി നിൽക്കത്തില്ല, ചിരട്ടയില്ലല്ലോ, ഒരു മോള് മുട്ടുകാലിൽ നിൽക്കും, ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അവൾ പോയി. അവൾ നന്നായിട്ട് പഠിക്കുന്നു. 6 മാസം കൊണ്ട് ചെയ്യേണ്ട കോഴ്സ് 3 മാസം കൊണ്ട് അവിടെ അങ്ങനെയാണല്ലോ ചെയ്ത് അവൾ 100% കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്ററിൽ കയറി. ഇപ്പോൾ ചെറിയ ജോലി എന്തോ ആയി. അപ്പോൾ